ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഇങ്ങനെ തുറന്നിങ്ങനെ വരുന്ന ഒരു ഫയൽ ഉണ്ടാക്കിയാലോ. ഇപ്പൊ ഇത് ഞാൻ വെറുതെ സ്കൂളിൽ ബ്രേക്ക് മഴ പെയ്യുമ്പോൾ ഇൻഡോർ വായിക്കും. അപ്പോൾ ഞാൻ അവിടെ പേപ്പർ വെച്ചിട്ട് വെറുതെ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ അത് അവിടുത്തെ എല്ലാ ടീച്ചേഴ്സും സ്റ്റുഡൻസിനും ഒക്കെ ഇത് വേണം. അങ്ങനെ ഓഫീസ് സ്റ്റാഫും എല്ലാവർക്കും ഞാൻ അങ്ങനെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനത്തെ വയറായിട്ടുള്ള സാധനമാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. നമുക്ക് ഈ ഫയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ ഒരു A4 സൈസ് പേപ്പർ അല്ല, ഒരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം മതി. പിന്നെ വേറെ കുറേ വേണം കേട്ടോ. അപ്പം ഞാൻ ഒരെണ്ണം കാണിക്കുന്നുള്ളൂ. ഒരു ഗ്ലൂ സ്റ്റിക്ക് വേണം, പിന്നെ ഒരു സിസേഴ്സും വേണം. ഫസ്റ്റ് നമുക്ക് ഈ പേപ്പർ എടുത്തിട്ട് ഹാഫായിട്ട് മടക്കണം. ഈ ഹാഫായിട്ട് മടക്കിയത് നമുക്ക് ഇനി അൺഫോൾഡ് ആക്കിയിട്ട് ഒരു ഹാഫും കൂടി ആക്കി. അപ്പോൾ ഇതെങ്ങനെ മടക്കി കഴിഞ്ഞ് ഈ ലെഫ്റ്റ് വരുന്ന പേപ്പർ എടുത്തിട്ട് നമുക്കൊരു ഇവിടം വരെയൊക്കെ ആയിട്ട് മടക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ബാക്കി ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ബിറ്റ് എടുത്തിട്ട് നമുക്ക് ടോപ്പിലേക്ക് ഒന്ന് ഹാഫാക്കി ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അയ്യോ, കുഴപ്പമില്ല. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടും. നമുക്കിനി ഇത് വീണ്ടും ഓപ്പൺ ആക്കിയിട്ട് ഈ വലിയ പീസ് നമുക്ക് ഗ്ലൂ ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഗ്ലൂയിങ് ഈ സൈഡിൽ നമുക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഫോൾഡ് ചെയ്ത ലൈനിലേക്ക് തന്നെ തിരിച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇനി നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് എടുത്ത് ഈ നമ്മുടെ ഫോൾഡ് ചെയ്യണതിൻ്റെ മിഡിലായിട്ടുള്ള പാർട്ടിലൊന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കാം. ഫുള്ള് തേക്കണ്ട, ജസ്റ്റ് മിഡിൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത മാതിരി തന്നെ വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫയൽ പോലത്തെ സാധനം കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി ഒരു 24 ഉണ്ട്. ടോട്ടലി 24 ആണ്. ഇനി നമുക്ക് ഒരെണ്ണം ചെയ്തു. അപ്പോൾ 23 എണ്ണം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ലാസ്റ്റ് വണ്ണും കഴിയും. ഇനി ഞാനിതെല്ലാം ചെയ്യണത് കാണിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ബാക്കിയെല്ലാം വീഡിയോ കട്ട് ചെയ്ത് ചെയ്തിട്ടോ. ഇത് ടോട്ടലി എല്ലാം കൂടി 24 എണ്ണം ഉണ്ട്. ഇനി കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പാട്ടാണ്. നമ്മൾ ഒരെണ്ണം എടുത്ത് ഇവിടെ നടുക്ക് ആ ലൈൻ കണ്ടോ, ആ ലൈനിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. നമ്മൾ വേറൊരെണ്ണം എടുത്തിട്ട് ഈ സൈഡ് ഇരിക്കുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതൊക്കെ ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഇതെല്ലാം ഈ ഒരേപോലത്തെ സൈഡിലിരിക്കണ പോലെ ചെയ്യണം. അല്ലെങ്കിൽ ഒരെണ്ണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സാധനം വഴക്കാവില്ല. നമുക്ക് ബാക്കിയെല്ലാം കൂടി ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഹാഫ് പാർട്ട് ഇന്നലെ നമ്മൾ ഫിനിഷ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. ഷോപ്പിങ്ങിനൊക്കെ പോകാൻ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പം എന്തെന്ന് വെച്ചാൽ ടൈമൊക്കെ ഉണ്ടല്ലോ, ഇന്ന് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബാക്കി ഇതൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ കേട്ടോ ലാസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ ലാസ്റ്റ് വണ്ണാണ് ഇപ്പം സ്റ്റിക്ക് ചെയ്യാൻ. ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്കൊരു കൂട്ടം കാണിച്ചു തരാം. കണ്ടോ, ഇതിപ്പോൾ ഭയങ്കര ലോങ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു സർക്കിൾ മാതിരി വരികയാണ്. അങ്ങനെ ഇതേ ഫോൾഡറിന് ഒരു ഡാമേജും പറ്റാതെ നമ്മൾ സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള കവറൊക്കെ വേണം. കവർ ഉണ്ടാക്കാനുള്ള നമുക്ക് പരിപാടിയിലേക്ക് നോക്കാം. അപ്പോൾ ഇതേ ഫസ്റ്റ് നമുക്ക് ഒരു പേപ്പർ വേണം. എന്നിട്ട് നമ്മുടെ ഫോൾഡർ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ വെക്കണം. അതിന് നമുക്ക് പെൻസിൽ എടുക്കണം. ഇനി ഈ ലൈൻ നമുക്കൊന്ന് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത് വേണമെന്ന് അറിയാൻ പറ്റും.
അതിനി ഇവിടെ വരയ്ക്കണ്ട, കാരണം നമുക്കത് വേണം. അങ്ങനെ നമ്മൾ ഇത്രയും വരച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ വരച്ച ലൈൻ നമുക്കൊന്ന് ഇനി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങോട്ട് കട്ട് ചെയ്യണ്ട, ജസ്റ്റ് ഒരു ലിറ്റിൽ ബിറ്റും കൂടി അപ്പിലേക്ക് പോകണം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ലൈൻ മാത്രം ചെയ്തുള്ളൂ, ബാക്കി ഒരു കട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ എടുത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കറക്റ്റ് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ലെങ്ത്ത് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഈ ബട്ടൺ നമ്മൾ ഒട്ടിച്ചു. ഇനി ഇങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ പീസ് വേണം. പക്ഷേ നമുക്ക് ഇത്രയ്ക്ക് ലോങ് ഒന്നും വേണ്ട, ഒരു ഇത്രയൊക്കെ മതിയോ. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ആകുമ്പോഴേക്കും കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇവിടെ ഒട്ടിക്കാനുള്ള നന്നായിട്ട് നമ്മുടെ കവറൊക്കെ സെറ്റായി നിന്നുണ്ട്. ഇനി നമുക്ക് ഒരു ഐറ്റം കൂടി മതി, സെല്ലോ ടേപ്പ്. അപ്പോൾ ഇനി നമുക്കൊരു പെൻസിലെടുത്തിട്ട് കുറച്ച് ക്യൂട്ടൊക്കെ ആക്കണമല്ലോ. നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും നല്ല ക്യൂട്ടാണ്. ഇനി നമുക്ക് ഇതിന്നൊരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിവിടെ സ്റ്റിക്ക് ആവാനായിട്ട് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ താഴെ എടുക്കണം. അപ്പോൾ ഇതിവിടെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഒട്ടിപ്പോവില്ല. ഇതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഇവിടെ വെക്കണം. നമുക്ക് വേറൊരു പീസ് എടുക്കാം. ഇത് നമുക്ക് ഇവിടെ സ്റ്റിക്ക് ചെയ്യാനുള്ളതാണ്. നമുക്ക് ക്യൂട്ട് ഫയൽ റെഡി ആയിട്ടുണ്ട്. ഈ സെല്ലോ ടേപ്പ് നമ്മൾ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ നമുക്ക് തുറക്കാം കേട്ടോ. 12 ഉണ്ടാക്കിയിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 ഫോൾഡേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്.